എല്ലാവർക്കും നമസ്കാരം. കേരള കോളിങ്ങിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിഷു ആശംസകൾ. അടുത്ത വർഷം സമൃദ്ധമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാധാരണ വിഷുക്കാലങ്ങളിൽ റോഡ് വക്കിൽ നമ്മൾ കാണാറുള്ള ഒരു കാഴ്ചയാണ് പല വർണ്ണങ്ങളിലുള്ള പല രൂപങ്ങളിലുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ. കണി കാണാനായി നമ്മളെല്ലാവരും സാധാരണ മറ്റ് കാർഷിക വിഭവങ്ങളോടൊപ്പം വാങ്ങിക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങളാണ് വിൽപ്പനയ്ക്കായിട്ട് റോഡ് വക്കിലൊക്കെ നിരന്നിരിക്കുന്നത്. കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കാഴ്ചയാണ് വിഷുനാളുകളിൽ ഈ കൃഷ്ണവിഗ്രഹങ്ങളുടെ കാഴ്ച. അതിനുശേഷം അത് വാങ്ങിയതിന് ശേഷം നമ്മൾ പുലർകാലെ കണി കണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. വിഷു എന്നത് വിളവെടുപ്പ് ഉത്സവമല്ല, മറിച്ച് വിത്ത് വിതയ്ക്കുന്ന ഉത്സവമാണ്. വിഷുനാളുകളിലാണ്, മേടമാസത്തിലെ വിഷുനാളുകളിലാണ് സാധാരണ വിത്ത് വിതയ്ക്കുന്നത്. അത് കൊയ്യുന്നത് ചിങ്ങത്തിലെ സാധാരണ ഓണനാളുകളിലും. അപ്പോൾ കണ്ണെത്താ ദൂരത്തോളം കിടന്ന പാടങ്ങൾ നിറയെ വിത്ത് വിതച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലം നമ്മൾ ഓർക്കുകയാണ് ഇവിടെ. ഈ ദിവസം എന്തായാലും അമ്മയുമായി മാലുമേൽ, കരുനാഗപ്പള്ളി മാലുമേൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഒന്ന് പോകാമെന്ന് കരുതി എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. വിഷു എല്ലാവർക്കും അത്രമേൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആഘോഷമാണ്. കാരണം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ് വിഷുവും വിഷുക്കണിയും വിഷു കൈനീട്ടവും എന്നും നമ്മളുടെ ഗൃഹാതുരതമായ ചില ഓർമ്മകളാണല്ലോ. അപ്പോൾ മാലുമേൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കായിരുന്നു. അമ്മയുമായി അവിടെ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുകയുണ്ടായി. എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷമുള്ള വിഷു സദ്യയും ഒക്കെ എല്ലാവർക്കും ഗംഭീരമാവട്ടെ. അമ്മയുമായി ചില നേർച്ചകളൊക്കെ നടത്തി പറ നേർച്ച സമൃദ്ധിക്കായിട്ട്, ഐശ്വര്യത്തിനായിട്ട് ഒക്കെ നെല്ല് നിറപറ നേർച്ച നടത്തി അങ്ങനെ ക്ഷേത്രത്തിൽ അല്പസമയം ചെലവഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും വിഷു സദ്യയ്ക്ക് തയ്യാറായിട്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്നത്തെ കേരള കോളിങ്ങിൻ്റെ എപ്പിസോഡ് വിഷുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല ഓർമ്മ നൽകുന്ന ഒരു എപ്പിസോഡാവട്ടെ എന്ന് കരുതി നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. അമ്മയുടെ തിരുമുന്നിൽ നിറവറ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ അമ്മയുടെ തിരുമുന്നിൽ കുങ്കുമപ്പറ, നെൽപ്പറ, മഞ്ചാടിപ്പറ, മഞ്ഞൾപ്പറ, പഞ്ചസാര ഭരണസമിതി ക്രമീകരിച്ചിട്ടുള്ള കൗണ്ടറുകളിൽ പണമടച്ച് രസീത് വാങ്ങി അമ്മയുടെ തിരുമുന്നിൽ നിറവറകൾ സമർപ്പിക്കാവുന്നതാണ്. മണിനാഗം മഞ്ചളമണിനാഗങ്ങളും കേട്ട് പ്രസാദിക്കണം. നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്ന
നാഗപ്പാട്ട് കഴിഞ്ഞിട്ട് മാൽമേൽ ക്ഷേത്രത്തിൽ ഒരു നക്ഷത്ര വനം തയ്യാറാക്കിയിട്ടുണ്ട് അവർ. നമുക്ക് കുറേ അറിവിലേക്കായിട്ട് ഓരോ നാളുകൾക്കും ഏതൊക്കെ നക്ഷത്രങ്ങൾക്ക് ഏതൊക്കെ മരങ്ങളാണ് വിധിപ്രകാരം പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ എല്ലാം അവിടെ അടയാളപ്പെടുത്തി അത്തരം മരങ്ങളെല്ലാം നട്ടുവച്ചിട്ടുണ്ട്. രോഹിണി നാളുകൾക്ക് ഞാവൽ മരമാണ്. ഞാവൽ മരത്തിനെയും കണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. തിരിച്ചു വരുന്ന വഴി വൈകുന്നേരത്തെ കെട്ടുകാഴ്ചയ്ക്കായി ഒരുക്കുന്ന കൂറ്റൻ കാളയെയും കണ്ടു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. മണ്ണാറസ്ഥലമായിരുന്ന നാഗങ്ങളും കേട്ട് പ്രസാദിക്കണം. കരിനാഗം, കുരുനാഗം, മണിനാഗം, മഞ്ചരമണി നാഗങ്ങളും കേട്ട് പ്രസാദിക്കണം.